തലയിൽ തട്ടം ധരിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടി മാനസികമായി പീഡിപ്പിക്കപ്പെടുക എന്നത് ആധുനിക സമൂഹത്തിനു തന്നെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതും മതസൗഹാർദ്ദത്തിനു പേരുകേട്ട കേരളത്തിൽ. ഈ നീചപ്രവൃത്തി സംഭവിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തക്കാരെന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്നാകുമ്പോൾ നാണക്കേടിന്റെ വ്യാപ്തി കൂടുന്നു. ഇവരുടെ ഇസ്ലാം വിരോധം എത്രമാത്രം ശക്തമാണെന്ന് പ്രകടമാക്കുന്നതാണ് തട്ടഭീതിയിൽ നിന്ന് രക്ഷകിട്ടാൻ ഒരു വക്കീലിന് ഫീസ് നൽകി ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ളത്. കോടതി പക്ഷേ ഭരണഘടനാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനമായതിനാൽ അവർക്ക് നാണം കെട്ട് മടങ്ങേണ്ടി വന്നെങ്കിലും ഇന്ത്യയിൽ പലയിടത്തും ഈ വിഭാഗം ആക്രമിക്കപ്പെടാനുള്ള കാരണം ഇവരുടെ ഉള്ളിലിരിപ്പ് ഈ വിധമായതുകൊണ്ടാണോ എന്ന് സംശയിച്ചു പോയാൽ അത് തെറ്റാണെന്ന് പറയാനാകില്ല. എന്നാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇത്തരം അനുഭവങ്ങൾ പുതുമയുള്ള കാര്യമല്ല. അതിൻ്റെ പ്രവാചകൻ തന്നെ എത്രയോ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവയെല്ലാം സഹനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ബലത്തിൽ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവസാനം അദ്ദേഹത്തെ വധിക്കാൻ തുനിഞ്ഞവർ തന്നെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായി മാറി. ആ പ്രവാചകന്റെ പാത തന്നെയാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നും പിന്തുടരുന്നത്. അതിനാൽ ഒരു തട്ടം കത്തിച്ചാൽ കത്തുന്നവരല്ല മുസ്ലിം സമുദായം. എലിയെ പേടിച്ച് ഇല്ലം ചുടാൻ അവർ തയ്യാറായില്ല. എല്ലാ പ്രകോപനങ്ങളെയും അവഗണനകളെയും പുഞ്ചിരിയോടെ നേരിടാൻ അറിയുന്നവരാണവർ. ആകയാൽ ഈ സമുദായത്തെ തട്ടത്തിൽ കുരുക്കി കൊല്ലാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നേ പറയാനാകൂ.